ചാപ്റ്ററിലെ അവസാന സെക്ഷൻ സ്ഫിയേഴ്സ് ആൻഡ് ഹെമിസ്ഫിയേഴ്സ്, ഗോളവും അർദ്ധഗോളവും. ആദ്യം സ്ഫിയേഴ്സ് അഥവാ ഗോളങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ഫിയേഴ്സ് അഥവാ ഗോളങ്ങൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ പന്ത്, ബോള്, ഓക്കെ, അതുപോലെ തന്നെ ലഡ്ഡു, കൊഴുക്കട്ട, അങ്ങനെ ഡിഫറെന്റ് സ്ഫിയേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ഫിയേഴ്സ് എന്താണെന്ന് ജോമെട്രിക്കലി പഠിക്കുകയാണ്. നമുക്കറിയാം, എ സ്ഫിയർ ഇസ് എ ജോമെട്രിക്കൽ ഫിഗർ that is perfectly round, three-dimensional and circular like a ball. ഗോളം എന്നാൽ ഒരു പന്ത് പോലെ കൃത്യമായി ഉരുണ്ടതും വൃത്താകൃതിയിലുമായ ഒരു ത്രിമാന ജാമിതീയ രൂപമാണ്. ഒരു സ്ഫിയറിന്റെ മോഡൽ കാണിച്ചു തരാം. ഇതാണ് സ്ഫിയർ. ഓക്കെ, നമുക്കറിയാം സിലിണ്ടറിനെയോ കോണിനെയോ നമ്മൾ ബേസിന് പാരലൽ ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾസ് കിട്ടും. സിലിണ്ടറിനെ അതേ ബേസിന് പാരലായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ സിലിണ്ടേഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് സ്ഫിയേഴ്സ്? സ്ഫിയേഴ്സിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സർക്കിൾ കിട്ടുമോ? യെസ്. ഗോളത്തെ നമ്മൾ എങ്ങനെ മുറിച്ചാലും നമുക്ക് എന്താണ് കിട്ടുക? സർക്കിൾസ് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫിഗേഴ്സ് കാണാം. ഒരു ഫിഗറിൽ കറക്റ്റ് നടുവിൽ മുറിച്ചതാണ്. ഒരു സ്ഫിയറിനെ മുറിച്ച് രണ്ട് ഭാഗങ്ങളാക്കി. ഇത് നമ്മൾ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞു. അപ്പൊ എങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിലും സ്ഫിയറിനെ നമുക്ക് എങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിലും സർക്കിൾ ആണ് കിട്ടുക. ഓക്കെ, ഇഫ് വി സ്ലൈസ് എ സിലിണ്ടർ ഓർ കോൺ പാരലൽ ടു എ ബേസ് വി ഗെറ്റ് എ സർക്കിൾ. ഇൻ വാട്ട് എവർ വേ വി സ്ലൈസ് എ സ്ഫിയർ വി ഗെറ്റ് എ സർക്കിൾ. വൃത്തസ്തംഭത്തിനെയോ വൃത്തസ്തൂപികയെയോ പാദത്തിന് സമാന്തരമായി മുറിച്ചാൽ വൃത്തം കിട്ടും. ഗോളത്തെ എങ്ങനെ മുറിച്ചാലും വൃത്തം കിട്ടും. നമുക്കറിയാം, ഒരു സർക്കിളിലെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏത് പോയിന്റിലേക്കും വരയ്ക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തു പറയാ? റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്. സ്ഫിയറിന് സെന്റർ ഉണ്ടോ? ഒരു ഗോളത്തിന് കേന്ദ്രം ഉണ്ടോ? ഗോളത്തിനുമുണ്ടൊരു കേന്ദ്രം. A sphere also has a center from which the distance to any point on its surface is the same. കേന്ദ്രത്തിൽ നിന്ന് ഗോളോപരിതലത്തിലുള്ള ബിന്ദുക്കൾക്കെല്ലാം ഒരേ അകലമാണ്. ഈ അകലത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? റേഡിയസ് ഓഫ് സ്ഫിയർ അഥവാ ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത്. The distance from the center of a sphere to any point on its surface is called the radius of the sphere, and double of radius, നമുക്കറിയാം, double of radius is called diameter. Double of radius is called the diameter of the sphere. ഗോളത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഗോളോപരിതലത്തിലുള്ള ബിന്ദുവിലേക്കുള്ള അകലത്തെ ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നു. ആരത്തിന്റെ 2 മടങ്ങിനെ ഗോളത്തിന്റെ വ്യാസം എന്ന് പറയുന്നു. സോ ഈ ഒരു സ്ഫിയറിൽ എങ്ങനെയാണ് ഇതിന്റെ സെന്റർ, ഇതിന്റെ കേന്ദ്രം നമ്മൾ എടുക്കുക? അതിനു വേണ്ടിയിട്ട് കറക്റ്റ് നടുവിൽ വെച്ച് ഈ ഒരു സ്ഫിയറിനെ നമ്മൾ 2 ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു രൂപമാണ് കിട്ടുക. ഈക്വൽ ആയിട്ട് മുറിക്കുമ്പോൾ ഇത് ആക്ച്വലി ഹാഫ് ഓഫ് സ്ഫിയർ ആണ്, ഗോളത്തിന്റെ പകുതിയാണ്. അപ്പോൾ ഈ പാർട്ടിന് നമുക്കൊരു ബേസ് ഉണ്ട്. ആ ബേസ് എന്താണ്? ഒരു സർക്കിളാണ്. ഈ സർക്കിളിന്റെ സെന്റർ ആണ് എന്ത്? നമ്മുടെ സ്ഫിയറിന്റെയും സെന്റർ. അതായത് ഈ പോയിന്റിൽ നിന്ന് സ്ഫിയറിന്റെ ഉപരിതലം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം സർഫസ്, അവിടേക്ക് വരയ്ക്കുന്ന ഏത് പോയിന്റും എന്താണ്? സ്ഫിയറിന്റെ റേഡിയസ് ആണ്. അതായത് ഇവിടുന്ന് താഴേക്ക് നമ്മൾ ഈ പോയിന്റിലേക്ക് വരച്ചാലും അത് എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്. അതായത് ഈ ഒരു പാർട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. ഇവിടെ ഒരു സ്ഫിയറിനെ ഈക്വൽ ആയിട്ട് 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തതിൽ ഒരു പോർഷൻ കാണാം നിങ്ങൾക്ക്. അവിടുത്തെ സെന്റർ ആണ് സെന്റർ ഓഫ് ദ സ്ഫിയർ. അവിടെ നിന്ന് സ്ഫിയറിന്റെ
ഉപരിതലം സർഫസിലേക്കുള്ള എവിടേക്കുള്ള ലെങ്ത്തും എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസ് ഓഫ് സ്ഫിയർ ഈസ് ഡിനോട്ടഡ് ബൈ ആർ. നമ്മൾ എപ്പോഴും റേഡിയസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കോണിന്റെ കേസിലാണെങ്കിലും സിലിണ്ടറിന്റെ കേസിലാണെങ്കിലും ബേസ് റേഡിയസ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ റേഡിയസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, കാരണം സ്ഫിയറിന് ഒരു ബേസ് ഇല്ല. ഓക്കെ, സോ റേഡിയസ് ഓഫ് സ്ഫിയർ ഈസ് ഡിനോട്ടഡ് ബൈ ആർ. ഗോളത്തിന്റെ ആരത്തെ ആർ എന്ന് സൂചിപ്പിക്കുന്നു. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ, ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്. നമ്മൾ സാധാരണ രൂപങ്ങളിൽ ചെയ്യാം. ആ ഒരു രൂപത്തെ നമ്മൾ നിവർത്തി, അതിനെ മുറിച്ച് നിവർത്തി അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുകയാണ്. എന്നാൽ നമ്മളൊരു സ്ഫിയറിനെ മുറിച്ച് നിവർത്തി അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. എങ്ങനെ നമ്മൾ ഒരു സ്ഫിയറിനെ മുറിച്ച് നിരപ്പാക്കി നോക്കിയാലും അല്പം ചുളിവോ വലിച്ചു നീട്ടലോ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു സ്ഫിയറിനെ ഒരിക്കലും മുറിച്ച് നിവർത്തി അതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാണ്. അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണെന്ന് അതിന്റെ ഡെറിവേഷനിലേക്കൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കിയാൽ മതി. ഒരു സ്ഫിയറിന്റെ റേഡിയസ് ആർ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് സർഫസ് ഏരിയ, ഇവിടെ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ബേസ് ഏരിയ പഠിച്ചിട്ടുണ്ട്, കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ, എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. എന്നാൽ സ്ഫിയറിന്റെ കേസിൽ ഒരേ ഒരു ഏരിയ ഉള്ളൂ. അതെന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സിംപ്ലി സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവാണ്. അപ്പൊ ആ ഫോർമുല നമ്മൾ പഠിച്ചാൽ മതി. ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് റേഡിയസ് മൾട്ടിപ്ലൈഡ് ബൈ 4π. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് അതിന്റെ ആരത്തിന്റെ വർഗത്തിനെ 4π കൊണ്ട് ഗുണിച്ചതാണ്. അപ്പൊ ആരം അഥവാ റേഡിയസിനെ നമ്മൾ ആർ എന്നാണ് എടുക്കുക. അതിന്റെ സ്ക്വയർ, അതിന്റെ വർഗം നമ്മൾ ആർ സ്ക്വയർ, അതിനെ 4π കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4π ആർ സ്ക്വയർ. നിങ്ങൾ ഈ ഫോർമുല പഠിച്ചാൽ മതി. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ അഥവാ ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ, 4π ആർ സ്ക്വയർ. നമുക്കറിയാം π ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ ആണ്. ഏരിയ ഓഫ് സർക്കിളിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഈ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കുക. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 4π ആർ സ്ക്വയർ ആണ്. വോളിയം ഓഫ് സ്ഫിയർ, ഗോളത്തിന്റെ വ്യാപ്തം. വോളിയം ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഈസ് 4/3πr³. ആരം r ആയ ഗോളത്തിന്റെ വ്യാപ്തം 4/3πr³ ആണ്. അപ്പൊ നമുക്ക് സ്ഫിയറിന്റെ കേസിൽ ആകെ രണ്ട് ഫോർമുലകളെ പഠിക്കാനുള്ളൂ. ഒന്ന് സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ 4π ആർ സ്ക്വയറും വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് 4/3πr³. ഓക്കെ.